കുറച്ച് ഞാൻ ഇങ്ങനെ ഷഫിൾ ചെയ്യുന്നു. സോ ഇറ്റ് ഈസ് ടോട്ടലി മിക്സ് ടുഗെദർ, റൈറ്റ്? സോ ഇത് ടോട്ടലി മിക്സ്ഡ് ആണ്, എനിക്കറിയത്തില്ല. സോ ഇപ്പൊ തൊപ്പി എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇതിന്റെ പാതി കാർഡ് ഓക്കെ ഇതിന്റെ പാതി കാർഡ് എടുത്ത് കട്ട് ചെയ്ത് ഇവിടെ വെക്കണം. ഓക്കെ, ക്ലിയർ? സോ ഞാൻ ഈ കട്ട് ചെയ്ത ഭാഗം ഇങ്ങനെ പിടിച്ച കട്ട് ചെയ്ത ഭാഗത്തിന്റെ അവിടെ മിഡിൽ പോർഷൻ കെ വരാൻ സാധ്യതയുണ്ടോ? ഇല്ല. സോ ദ മിഡിൽ പോർഷൻ ഇസ് കെ. നിങ്ങൾ കട്ട് ചെയ്ത മിഡിൽ ഉണ്ടല്ലോ, അതും കെ ആ. നോക്ക്, ഓക്കെ. ഇപ്പം ജസ്റ്റ് ചെയ്ത് പോരാ, കുറച്ചുകൂടി എക്സൈറ്റിംഗ് ആയിട്ടുള്ള ട്രിക്ക് നേരത്തെ പഠിപ്പിച്ചാ, നേരത്തെ ചെയ്ത് പഠിപ്പിച്ചാ പൈസയുടെ പഠിപ്പിക്കാം അല്ലേ? പിന്നെ എനിക്ക് വേറൊരു സാധനം അറിയാം, നോക്കല്ല കണ്ണോട്ട്. ഓക്കെ, ഇത് അല്ല, ഇത് ഭയങ്കര സംഭവം. ഇതാ ആർക്കും ചെയ്യാൻ പറ്റില്ല. ഇതാ റെഡി? എന്റെ കയ്യിലൊന്നുമില്ലല്ലോ, കാല് കയ്യാ. ഇത് 2-3 കാർഡെല്ലാം ചെയ്യാൻ പറ്റാ. നോക്കാ, 3 ചെയ്യാൻ പറ്റും. റെഡി? റെഡി ഗൈസ്? റെഡി? ഇതാ എന്റെ കയ്യിലൊന്നുമില്ല, കയ്യിലൊന്നുമില്ല. ഇതാ ഇല്ല, അത് കുറച്ച് പ്രാക്ടീസ് ആണ്. നിങ്ങൾക്ക് അതറിയോ? ഇത് നല്ല ഇത് എന്താ കാർഡ് ഫ്രം തിൻ എയർ, സ്ലൈറ്റ് ഓഫ് ഹാൻഡ്സ്. പക്ഷെ ഇത് പഠിക്കാൻ കുറച്ച് കൈ വഴക്കൊക്കെ, പക്ഷെ കൈവഴക്കുണ്ട്. ഇപ്പൊ കയ്യില് ശരിക്കും കാല് കൈ പോലെ ഇല്ലേ? അതുപോലെ കറക്റ്റ് ആയിട്ട് ഇത് നേരത്തെ പഠിച്ചിട്ടുണ്ട് അല്ലേ? പിന്നെ ഞാൻ യൂട്യൂബിൽ നോക്കി ഇതെല്ലാം പഠിച്ചു. എനിക്ക് പണ്ട് ഭയങ്കര മെജീഷ്യൻ ആകാൻ എനിക്ക് ഭയങ്കര ആഗ്രഹം. അങ്ങനെ കഥയിലുണ്ടല്ലോ, പണ്ട് എന്ന് പറഞ്ഞാൽ എന്നെ ആരും തിരിഞ്ഞു നോക്കൂലല്ലോ. ഞാൻ എങ്ങനെയെങ്കിലും ആൾക്കാരുടെ മൈൻഡിൽ ആരെങ്കിലും എന്നെ ശ്രദ്ധിക്കപ്പെടും. അതായത് ഇപ്പോഴുള്ള ഷമീറിന്റെ അവസ്ഥയെന്ന് പണ്ട് എനിക്ക് ചെറുപ്പത്തില് അങ്ങനെ ശ്രദ്ധിക്കപ്പെടാൻ വേണ്ടിട്ട് ഞാൻ മാജിക് പഠിക്കാൻ വേണ്ടി യൂട്യൂബിൽ നോക്കി മൊത്തമായിരുന്നു മാജിക് പഠിക്കല്. അതാ എന്റെ പരിപാടി. മാജിക് പഠിക്കല്ല, പ്രത്യേകിച്ച് ഈ സാധനങ്ങൾ കാണിച്ചതൊന്നും പഠിച്ചിട്ടില്ല. ഈ സ്ലൈറ്റ് ഓഫ് ഹാൻഡ്സ്, അതായത് ഇങ്ങനെ എയർന്ന് കാർഡ് എടുക്കുന്നത് എനിക്ക് ഭയങ്കര. അതിന് ഒരു മാജിക്കിൽ ഇൻട്രസ്റ്റ് വേണം, എന്നാലേ ഈ സ്ലൈറ്റ് ഓഫ് ഹാൻഡ് പഠിക്കാൻ ഒക്കത്തുള്ളൂ. ഇല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും ഈ സ്ലൈറ്റ് ഓഫ് ഹാൻഡ്. പക്ഷെ ഇപ്പം അത് ഇൻട്രസ്റ്റ് എടുത്ത് പഠിക്കണമെന്നുണ്ടെങ്കിൽ അത് ഭയങ്കര ഒരു സംഭവം തന്നെയാണ്. How can I contact him? I need a book for a show. Please show his Insta ID. Let's go. Chat. പുള്ളിയുടെ ഷോക്ക് നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ആദ്യത്തെ ഷോ ബുക്ക് ആയിട്ടുണ്ട്. ഒരു ANM 1986 പറഞ്ഞ ഒരാള് 200 rupees സൂപ്പർ ചാറ്റ് ഇട്ടിട്ട് ഹൗ കൻ ഐ കോൺടാക്ട് ഹിം, നീഡ് ടു ബുക്ക് ഫോർ എ ഷോ, പ്ലീസ് ഷോ ഹിസ് ഇൻസ്റ്റാ ഐഡി എന്ന് പറയുന്നുണ്ട്. ബുക്കിംഗ് അല്ല, ഇൻസ്റ്റാ ഐഡിയിൽ ഒന്ന് ഐഡി ഒന്ന് പറയണം. magician_tijo magician MAGICIAN _tijo. ഇതാണ്ട് രണ്ടാമത്തെ magician ഇത് രണ്ടാം. ഗൈസ് എവരിബഡി, ഇതാണ് പുള്ളിന്റെ. ഇതിൽ എങ്ങനെ ബുക്ക് ചെയ്യല്? ഇതാ മറ്റേ എന്താണ്, ആരാണ് സൂപ്പർ ചാറ്റ് ഇട്ടത് നോക്കട്ടെ, എന്തോ ഒരു പേരുണ്ട്. ANM 1986. ഇതാണ് ടിജോ ബ്രോന്റെ അക്കൗണ്ട്. അപ്പൊ ബുക്ക് ചെയ്യാനുള്ളവര് ഇതിൽ കയറി ബുക്ക് ചെയ്തോ. ഓക്കെ, മെന്റലിസ്റ്റ് എന്ന് പറയും. നിങ്ങൾ മെന്റലിസ്റ്റും കൂടെ? അതെ, മെന്റലിസം, മാജിക്, പിന്നെന്തൊക്കെ സ്ലൈറ്റ് ഓഫ് ഹാൻഡ്സ്, എല്ലാ ട്രിക്സും കാണിക്കും. ബുക്ക് ചെയ്യാനുള്ളവരെല്ലാം പുള്ളിന്റെ അക്കൗണ്ടിൽ കയറി ബുക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മളെ ഷോയിലേക്ക് വന്നിട്ട് ആദ്യത്തെ ഒരു ബുക്കിംഗ് ആയി. താങ്ക് യു സോ മച്ച്. അതെനിക്ക് വളരെ സന്തോഷം. W ടിജോ എന്ന് പറഞ്ഞിട്ട് 10 dirham സൂപ്പർ ചെയ്തിട്ടുണ്ട്. അബ്ദുൽ ഹാനി മെന്റലിസം ചെയ്യുന്ന പറയുന്നുണ്ട്. മെന്റലിസം കൂടി ഒന്നും കൂടി കാണിക്കാൻ പറ്റില്ല, ബുദ്ധിമുട്ടില്ലെങ്കിൽ. ഏത് സാധനം? ഇതോ? നോക്കാം. ഇത് മറ്റേ ഡോറേമോന്റെ ബാഗ് പോലെ എന്തെല്ലാം സാധനങ്ങൾ എടുക്കുന്നുണ്ട്. പിന്നോൻ ചാറ്റ് മറന്നു. സോറി.
എടാ മോഡറേറ്റേഴ്സ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലേ ഞാനിപ്പോൾ ഒരു ലിങ്ക് ചാറ്റിൽ പിൻ ചെയ്യും, അതെടുത്ത് ഡിസ്ക്രിപ്ഷനിലും കൂടി ഒന്ന് പേസ്റ്റ് ചെയ്തേക്ക്. കുറേ സമയം എടുക്കും അതിന്, അതുകൊണ്ടാകും. ഗൈസ്, ഞാൻ പുള്ളീൻ്റെ ചാനൽ ഇൻസ്റ്റ ഐ ഡി ഞാൻ പിൻ ചെയ്തിട്ടുണ്ട്, ചാറ്റിൽ ഞാൻ പിൻ ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ഒരു സപ്പോർട്ട് ചെയ്യും. ഓക്കെ, ബുക്ക് ചെയ്യേണ്ടവരിലെല്ലാം ആ അക്കൗണ്ടിൽ കയറി ബുക്ക് ചെയ്യാം. ടിജോ ബ്രദർ വെരി ഹംബിൾ എന്ന് പറയുന്നുണ്ട്. എന്താ പറയാനുള്ളത് നമ്മുടെ ചാറ്റിനോട് 2 വാക്ക്? താങ്ക് യു സോ മച്ച്. ഓൾവേസ് റെസ്പെക്ട് ടു ദി ഓഡിയൻസ്. ഞാൻ എല്ലാവർക്കും ഒരു റെസ്പെക്റ്റ് കൊടുത്താണ് നമ്മൾ ഇതുവരെ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് വളരെ നന്ദിയുണ്ട്. ബിക്കോസ് എന്താണെന്ന് വെച്ചാൽ തൊപ്പിയുടെ ടീം എനിക്ക് സപ്പോർട്ട് ചെയ്തതിന് വളരെ നന്ദി. ബിക്കോസ് എന്താണെന്ന് വെച്ചാൽ കാണിക്കാനാണ് കൂടുതൽ ആൾക്കാരും പറയുന്നത്. അപ്പോൾ ഇതുവരെ ഒന്നും ഇല്ലാതെ ഇരുന്ന ഞാൻ ഇപ്പം ബഹുമാനപ്പെട്ട തൊപ്പിയുടെ ലൈവിൽ വന്നിട്ട് നമുക്കിപ്പോൾ ഒരു ഷോ കിട്ടിയെന്ന് പറയുന്നത് ഒരു നല്ല ഒരു എന്താ പറയാ, നന്ദി. ഓക്കെ, മെന്റലിസം, എല്ലാവരും മെന്റലിസം പറഞ്ഞു. ഒരു മെന്റലിസം ട്രിക്കും കൂടി. ഓക്കെ, ലാസ്റ്റ് വൺ. ഓക്കെ, അല്ല അതല്ലാണ്ട് ഇങ്ങനെ മറ്റേ ഇത് ചെയ്യൂല, ഹിപ്നോട്ടൈസ് സംഭവം അല്ല. ഹിപ്നോട്ടിസം ചെയ്യും, പക്ഷെ അതിന് പ്രിപ്പയർഡ് ആയി വരണം. ആണോ? ഹിപ്നോട്ടിസം നേരത്തെ ഇവിടെ വന്ന് കാണിച്ചിട്ടുണ്ട് അല്ലേ? ഒരാൾ കാണിച്ചിട്ടുണ്ട്. ഷഫിൾ ചെയ്തോളൂ. അതെല്ലാം ജാസിന്റെ ആക്ടിങ് ആയിരുന്നു എനിക്ക് തോന്നുന്നു. എനിക്ക് ഇപ്പോൾ സംശയമുണ്ട് ഓനോട് എന്തോ ജാസി നൈസായിട്ട് കൈക്കൂലി വാങ്ങിയിട്ട് അഭിനയിച്ചാണെന്ന് സംശയമുണ്ട്. വേറൊരാൾ ഇവനെ ചെയ്തിനല്ലേ കോഴിക്കോട്? ഓക്കെ, ഇപ്പോൾ അതിനു മുന്നേ ഞാൻ ഏതെങ്കിലും ഒരു പെന്നുണ്ടോ ബ്രോ? ഓക്കെ, ഇപ്പം കുഴപ്പമില്ല. ഐ നീഡ് ടിജോ മജീഷ്യൻ മെന്റലിസ്റ്റ്. ടിജോ മജീഷ്യൻ ഹെൽപ്പ് ടു ഓപ്പൺ ബാങ്ക് ലോക്കർ 15% കമ്മീഷൻ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ചെയ്യാൻ പറ്റുമോ? അങ്ങനെ ചെയ്യാൻ പറ്റുമോ? ഇല്ല, ലോക്ക് വർക്കുന്ന പരിപാടി അങ്ങനെ മജീഷ്യൻസ് അങ്ങനെ ചെയ്യുന്നുണ്ട്. പക്ഷെ അത് ഒഫീഷ്യലി നമുക്ക് ചെയ്യാനാകത്തില്ല. ഹോദിനി ചെയ്യാം. നമ്മളിപ്പോ സ്റ്റേജ് ഷോയിലാണ് അത് ചെയ്യുന്നത്. ലോക്ക് ഓപ്പൺ ചെയ്യുന്നതും നമ്മൾ ഒരു പെട്ടിക്കകത്ത് പോയിട്ട് എസ്കേപ്പ് ആകുന്നതും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആട്ടോ. അതെങ്ങനെയാ ചെയ്യുന്നത്? സ്റ്റേജില് ചെയ്യുന്ന ഒരു സംഭവമാണത്. പിന്നെ ഒരു ലേഡീനെ ലിവിറ്റേറ്റ് ചെയ്യുന്നതും പിന്നെ ലേഡീനെ 2ആയിട്ട് കട്ട് ചെയ്ത് മുറിച്ച് മാറ്റുന്നതും. ബിക്കോസ് ഇപ്പോൾ അത് നിലവിൽ അത് ആൾക്കാർക്ക് അത് ഇൻട്രസ്റ്റ് ഇല്ല. ബിക്കോസ് നമുക്കിപ്പം 2-3 ചാനലിലൊക്കെ അതിൻ്റെ സീക്രറ്റ്സും കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് ഇപ്പം AXN-ലൊക്കെ ഇതുപോലെ മുറിക്കുന്ന സംഭവമൊക്കെ എല്ലാവരും സീക്രട്ട് ആയിട്ട് റിവീൽ ചെയ്തുകൊണ്ട് ഇപ്പം മറ്റേ 2 മജീഷ്യൻസ് എല്ലാം റിവീൽ ചെയ്ത് ഒരു തടിച്ചിട്ടുള്ള എന്താ പേര്? അത് പേര് എന്തോ ഒരു പേരുണ്ട്. എനിക്ക് ഇഷ്ടമല്ല അമ്മാര് കഷ്ടപ്പെട്ട ഒരാൾ മാജിക് കാണിച്ചിട്ട് പോകുമ്പോൾ അയാൾ അത് റിവീൽ ചെയ്യും ട്രിക്സ്. അതുകൊണ്ടാണ് ഇപ്പം മാജിക് തീരെ കുറവാണ്. പെൻ ആൻഡ് ടെല്ലർ അല്ലേ? അതല്ല, പെൻ ആൻഡ് ടെല്ലർ അല്ല. പെൻ ആൻഡ് ടെല്ലർ എന്ന് പറയുന്നത് മെജീഷ്യൻസിന് ടീച്ച് ചെയ്യുന്നതാ. പെൻ ആൻഡ് ടെല്ലർ വേറെ. പിന്നെ ഈ മാസ്ക് മെജീഷ്യൻസ് ആ പേരിലാണ് സീക്രറ്റ്സ് റിവീൽ ആകുന്നത്. ഓക്കെ, ഇപ്പം നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഏതെങ്കിലും ഒരു സ്ഥലത്ത് സ്റ്റോപ്പ് പറയാം. അപ്പം ഞാൻ ഇപ്പം നേരത്തെ പറയുന്നു, നമ്മുടെ ഓഡിയൻസിനൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇപ്പം പെട്ടെന്ന് നമുക്ക് അറേഞ്ച് ആയതുകൊണ്ട് പിന്നെ സമയം പോകും. അതുകൊണ്ടാണ് ഇപ്പൊ 2 ഓഫ് ക്ലവർ ആണ് തൊപ്പി സെലക്ട് ചെയ്യുന്നത്. ഏതെങ്കിലും ഒരു സ്ഥലത്ത് സ്റ്റോപ്പ് പറയൂ. ഇതെനിക്ക് പഠിപ്പിക്കോ? പഠിപ്പിക്കാം. ഏതെങ്കിലും ഒരു സ്ഥലത്ത് സ്റ്റോപ്പ് പറയൂ. ഇപ്പൊ ഈ സ്ഥലത്ത് സ്റ്റോപ്പ് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ കാർഡ് സ്റ്റോപ്പ് പറഞ്ഞ കാർഡ് എടുത്തോളൂ. 2 ഓഫ് ക്ലവർ അതെങ്ങനെയാ? പുള്ളി പറഞ്ഞ കാർഡിനെ ഞാൻ എടുത്തത് പഠിപ്പിക്കും. ഇപ്പൊ ഇത് ചെറിയൊരു മെന്റലിസം ആണ്. ഞാൻ ചെയ്ത് നോക്കട്ടെ, അത് എനിക്ക് വർക്കാവാൻ നോക്കട്ടെ. ഓക്കെ, ചേട്ടൻ ഇപ്പൊ എടുക്കാൻ പോകുന്നത് നോക്കല്ലേ? ഓക്കെ, ചേട്ടൻ ഇപ്പൊ എടുക്കാൻ പോകുന്നത് അല്ല, ഇവിടെ വെച്ചെടുത്തോളൂ. ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ ഞാൻ പറയാം, ഇങ്ങനെ റിഫിൽ ചെയ്യാം. ഇങ്ങനെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് സ്റ്റോപ്പ് പറയും. പെട്ടെന്ന് സ്റ്റോപ്പ് പറയും. സ്റ്റോപ്പാ എടുത്തു. കാർഡ് കാണിക്കണ്ടേ? ഇതാണ് കാർഡ്. ഓക്കെ, കാണിച്ചു. ഓക്കെ, ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ഷോ ആദ്യം തൊട്ട്
തൊപ്പി എല്ലാം സെലക്ട് ചെയ്യുന്നത് എല്ലാം അതുപോലത്തെയാണ്. ഓക്കെ, ഇപ്പൊ തൊപ്പി സെലക്ട് ചെയ്യുന്നത് ലവ് ആണോ ഹാർട്ടിൻ? ഏ ഹാർട്ടിൻ ആടാ അതെങ്ങനെ അത് പഠിപ്പിക്കാം അതെനിക്ക് പഠിക്കണം അതെങ്ങനെ പറ അതായത് ഇങ്ങനെ ഇതിങ്ങനെ വെക്കുന്നു ഓരോന്നായിട്ട്. അതിൽ സ്റ്റോപ്പ് പറയുന്ന കാർഡ് നിങ്ങൾക്ക് അറിയുന്നത് എങ്ങനെയാ അത് പറഞ്ഞോ പഠിപ്പിച്ചോ? അത് കുറച്ചുകൂടെ പ്രൊഫഷണൽ ആയിട്ട് കുറച്ചുകൂടെ ടൈം എടുക്കും. എന്നാ ഞാൻ നോക്കട്ടെ അങ്ങോട്ട് നോക്ക്. കണ്ണോട്ട് ഇല്ല അങ്ങനെ നോക്കത്തില്ല. അല്ല എനിക്ക് ഒരു സെലക്ട് ചെയ്യാനാ. ഇങ്ങതാ അല്ല കണ്ണോട്ട് ഓക്കെ ഓക്കെ നോക്കല്ലേ? ഓക്കെ ചേട്ടൻ എടുക്കാൻ പോകുന്നത് 6 of hearts ആണ്. സ്റ്റോപ്പ് പറയണം. ഓക്കെ പറഞ്ഞോ. സ്റ്റോപ്പ്. എടുത്തോ. 6 of hearts ആണ് ചേട്ടൻ എടുക്കാൻ പോകുന്നത്. ഇത് അറിയാം അല്ലേ? പിങ്കി ഈ സാധനം പഠിപ്പിച്ചോ? പിങ്കി സ്റ്റോപ്പ്. അതെ ഇപ്പൊ ചെയ്തോ പഠിപ്പിച്ചോ? ഇപ്പൊ ചെയ്യുന്നത് പ്രൊഫഷണൽ ആയിട്ട്. ഓക്കെ അതിൽ കാണിക്കട്ടെ. റിവീൽ ആഫ്റ്റർ ലൈവ് ഓൺ ചെയ്യുന്നു അങ്ങനെ പറഞ്ഞോ? ഓക്കെ റിവീൽ ചെയ്യണ്ടെന്നാ പറയുന്നത് ചാറ്റ്. പറഞ്ഞുതരും. ഞാൻ ക്യാമറ കാണിക്കേ. ഓക്കെ അങ്ങനെ കാണിക്കാൻ പറയാൻ കാണൂല. ഓക്കെ ഒന്നുകൂടി ഓനെ കാണിക്കരുത്. ഏതെങ്കിലും ഒരു കാർഡ് എടുക്കുക എന്റെ ക്യാമറ കാണിക്ക. കാണിച്ചു. ഏതാ കൈ പിടിക്കേ. അത് കയ്യിൽ പിടിക്കുക. എന്റെ പറയട്ടെ നിങ്ങളെ പേരെന്താ? ടിജോ. അല്ലേ? സ്ഥലം എവിടെയാ? തിരുവല്ല അല്ലേ? സാധനം അറിയോ? ഒരു 6 ഒരു പേരില്ല ഒരു കറുപ്പ് ഇങ്ങനെ 3 എന്റെ ബ്രില്യൻ ഐഡിയ. അയ്യേ അതിന്റെ ഓറാലോസ് കറുപ്പിന് ഇങ്ങനെ അതെല്ലാം മൊത്തം ചാറ്റ് മൊത്തം ഡോണ്ട് റിവീൽ ചെയ്തില്ല. അപ്പൊ എനിവേസ് അപ്പം താങ്ക് യു ഫോർ കമ്മിങ്. ടിജോ വർഗീസ് അല്ലേ? ടിജോ വർഗീസ്. അപ്പൊ ടിജോ വർഗീസിന്റെ ഇൻസ്റ്റാ പേജ് ഞാൻ നമ്മളെ ചാറ്റിൽ ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ പുള്ളിനെ പറ്റുന്നവരെല്ലാം കയറി സപ്പോർട്ട് ചെയ്യാം. അപ്പൊ താങ്ക് യു ഫോർ കമ്മിങ്. താങ്ക് യു സോ വേറെ എന്തെങ്കിലും ഓഡിയൻസിനോട് പറയാനുണ്ടെങ്കിൽ? വളരെ നന്ദി. ഇപ്പം ഇവിടെ വന്ന് നമ്മുടെ ലൈവില് പങ്കെടുക്കാൻ വളരെ നന്ദി. താങ്ക് യു സോ മച്ച്. താങ്ക്സ് ഫോർ തൊപ്പി ആൻഡ് ടീം ഫോർ ഓൾ യുവർ വാല്യുബിൾ സപ്പോർട്ട്. മൈ പ്ലഷർ. അപ്പം അല്ല ഇതെന്താ സംഭവം? 2 മണി പാതിരാത്രി 2 മണിക്ക് 12,000 ആൾക്കാർ ഇന്ന് ലൈവ് ആണ്. ഇതെന്താ അവസ്ഥ? ഇതെന്താ അവസ്ഥ? ബോർ ലൈവ് എന്ത് ബോർ ലൈവ്? എടാ മുത്ത നമ്മൾ എൻജോയ് ചെയ്ത് നീ ഒരുത്തൻ ബോർ ലൈവ് നടത്തുന്നുണ്ട്. ഓനിപ്പം കയറി വന്നത് ഓൻ കണ്ടിട്ടില്ല തോന്നുന്നു. എനിക്കറിയില്ല കാര്യം പറഞ്ഞില്ല. നമ്മളെല്ലാവരും ഇവിടെ എൻജോയ് ചെയ്ത്. ഓക്കെ ഇത് വെറുതെ കോയിൻ ട്രിക്ക് റിവീലില്ല. വൺ മോർ വേണം കുറെ സമയമില്ല. ഓക്കെ അപ്പൊ കോയിൻ ട്രിക്ക് റിവീൽ ചെയ്യാം. നോ പ്രോബ്ലം. അല്ല റിവീൽ ചെയ്യണ്ടെന്ന് ഓക്കെ അല്ലെങ്കിൽ കോയിൻ ട്രിക്ക് കാണിക്ക് നിങ്ങള്. 1 മോർ കോയിൻ ട്രിക്ക് കാണിക്ക്. അതായിരിക്കും നല്ല. അതെ ഇപ്പൊ വന്ന ആൾക്കാരുണ്ടോ കാണാൻ? ഓക്കെ ഇപ്പൊ ഒരു പ്രാവശ്യം കൂടെ വേണമെങ്കിൽ കാണിക്കാം. ജസ്റ്റ് ശരിക്കും നോക്കുക. ഇപ്പൊ ഞാൻ ഈ കോയിന് എനിക്ക് ജ്യൂസ് ഉണ്ടോ? അതൊന്ന് മധുരില്ലാണ്ട് എടുക്കോ? മധുരില്ലാത്ത ഈ കോയിന് ഞാൻ എങ്ങനെ എടുത്ത് പാസ് ചെയ്യുന്നു. ജസ്റ്റ് വാച്ച്. സ്ക്രീനില്ലാതെ പറഞ്ഞു. ഒന്നുകൂടി ഞാൻ പറഞ്ഞത് അതെങ്ങനെയാണ്. ഓക്കെ കയ്യിലൊരു കോയിന് കയ്യിൽ വെച്ചു ഇതിങ്ങനെ പാസ് ചെയ്യുന്നു.
ഇതിലെത്തി യെസ് ഇതിലെത്തി. ഇപ്പോൾ ഞാൻ എന്താണെന്നറിയാമോ, വിഷ്വലായിട്ട് ഞാൻ എന്താണെന്നറിയാമോ, ഈ കോയിന് എടുത്തിവിടെ പാസ് ചെയ്യുന്നു. ഓക്കെ വാച്ച്. അതെങ്ങനാ ഇത് എവിടെ ഒളിപ്പിക്കുന്നുണ്ട് നിങ്ങൾ? അത് എവിടെ ഒളിപ്പിക്കുന്നു? അതാണ് മാജിക്. ചാത്തൻ ഈ സാധനം എനിക്ക് അറിയില്ല കേട്ടോ. ഇത് ഞാൻ ഇതിൽ കണ്ടിട്ടില്ല ഇപ്പൊ ചെയ്തത്. ഇത് ആക്ച്വലി ഒന്നും കയ്യിലൊരു ഉറ ഉണ്ടാവണം, പക്ഷെ കയ്യിലൊന്നും കാണുന്നില്ല. ഇങ്ങനെ സ്കിന്നിന്റെ കളറിലുള്ള ഒരു പോക്കറ്റ് ഈ സ്ലൈറ്റ് ഓഫ് ഹാൻഡ് ഇപ്പം നമ്മള് ഇപ്പം കാർഡ് റിഫിൽ ചെയ്തില്ലേ, അതുപോലെ ഒരു സ്ലൈറ്റ് ഓഫ് ഹാൻഡ്. നമുക്ക് ഒത്തിരി മെജീഷ്യൻസ് വി യൂസ് സ്ലൈറ്റ് ഓഫ് ഹാൻഡ് ആണ്. ഒത്തിരി സ്ലൈറ്റ് ഓഫ് ഹാൻഡ്സ് യൂസ് ചെയ്യും. അതിൽ ഇത് ഒരെണ്ണം ബേസിക് ആയിട്ട് ഇതാണ് നമ്മൾ പഠിക്കുന്നത്. ആദ്യം ഞാൻ കാർഡിന്റെ സ്ലൈറ്റ് ഓഫ്, ഞാൻ കോയിന്റെ ഇതുവരെ കണ്ടിട്ടില്ല. ഓക്കെ ആദ്യമേ ആക്ച്വലി ഇത് സ്ലൈറ്റ് ഓഫ് ഹാൻഡ് ഇതാണ് പഠിക്കുന്നത്. ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി അടി മേടിച്ചിട്ടുണ്ട് ഗുരു അടുത്തുനിന്ന്. ആണോ? ഇത് ശരിക്ക് വരാനായിട്ടേ. എന്താ ചപ്പാത്തിക്ക് മാവ് വയ്ക്കുന്നത്? അഡിക്റ്റഡ് തൊപ്പിയെന്നാ. എന്താ അഡിക്റ്റ് ആണോ മുത്തേ? നമുക്ക് മാജിക്കെല്ലാം അറിയാം കേട്ടില്ല. അഡിക്റ്റഡ് ആയില്ല. ഡോൺ റിവീൽ എന്ന് പറഞ്ഞ ഇല്ല റിവീൽ ചെയ്യുന്നില്ല. എല്ലൈവോ ബ്രോ? എന്താ നീ ചെയ്യുന്നത്? Okay. Anyways, guests are standing for hours. ഇപ്പം വേറൊരാളുടെ ഇതാരാ പേര്? റിച്ച് മാൻ. ഈ പുള്ളി നല്ല സ്റ്റേജിലുണ്ടായിരുന്നു കേട്ടോ നമ്മളെ തൃശ്ശൂര്. അല്ല, നിങ്ങളും ഇവരുമായിട്ട് എങ്ങനെ കണക്ഷൻ എനിക്ക് മനസ്സിലായില്ല. നിങ്ങൾ കോയമ്പത്തൂരല്ലേ? ഞാൻ ഇടയ്ക്ക് പ്രോഗ്രാമിനായിട്ട് വന്നായിരുന്നു. അപ്പൊ വന്നപ്പം അവരെന്നെ ഒത്തിരി കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്തു. അപ്പോൾ അതുപോലെ അപ്പം അവർ പറഞ്ഞു ഇതുപോലെ നിങ്ങൾ, ഞാൻ എൻ്റെ സിറ്റുവേഷൻ പറഞ്ഞു. ബിക്കോസ് 2019 ആഫ്റ്റർ കൊറോണ നമുക്ക് ഷോ ഒന്നും ഇല്ലാതെ ഭയങ്കര ബുദ്ധിമുട്ടിലായിരുന്നു. എന്തായാലും ഇത് കഴിഞ്ഞിട്ട് എന്തായാലും ഷോസ് കിട്ടും. ഇപ്പോൾ വരണമായല്ലോ. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ലൈവ് കഴിയുമ്പോഴേക്ക് ഷോസ് എല്ലാം കിട്ടട്ടെ. ഒരുപാട് പരിപാടികളിലേക്ക്. താങ്ക് യു. എന്താടാ ഷമീർ അതിൻ്റെ ഇടയ്ക്ക് അധികാരികളായിട്ട് ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ. ഷമീർ ഇതൊന്നും സംസാരിക്കാത്ത. അതെ. അപ്പൊ എന്തായാലും താങ്ക് യു ഫോർ കമ്മിങ് ബ്രോ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. എന്നോടുള്ള താങ്ക് യു. ഞാൻ നിങ്ങളോട് താങ്ക് യു പറയട്ടെ. താങ്ക് യു. എൻജോയ് ചെയ്തു നന്നായിട്ട്. അപ്പൊ മുത്ത കാണാം. സിയോ. വേറെ ആരും ഉണ്ടായിരുന്നു നിങ്ങൾ? കുര്യ ഇതെന്തേ കുര്യ ഉറങ്ങുന്നേ? പറഞ്ഞത്. അപ്പൊ ഗൈസ് അടുത്ത പരിപാടി വരാം. ഞാൻ ഒരു കാര്യം പറയട്ടെ. ലൈവ് എന്ന് പറയുന്നവരോട് നമ്മൾ എൻജോയ് ചെയ്തു. ഡബ്ല്യു ലൈവ് വരുന്നുണ്ട്. ഡബ്ല്യു ലൈവും മാറി എന്താ പറയുക, മാജിക് ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടും, ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടില്ല. ഞാൻ പറയട്ടെ, ഞാനും ചെറുപ്പം മുതലേ മാജിക്കെല്ലാം പഠിക്കാൻ വേണ്ടിയിട്ട് എനിക്കിത് ഭയങ്കര